ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന അതിവിശിഷ്ടമായ ദാർശനിക കൃതിയിലെ 8ാമത് അധ്യായത്തിൻ്റെ പഠനത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. ഇന്ന് ഈ അധ്യായത്തിലെ 1ാമത്തെ ശ്ലോകത്തിൻ്റെ പഠനമാണ് നാം നടത്തുന്നത്. ഭക്തിരാത്മാനുസന്ധാനം ആത്മാനന്ദഘനോ യദഃ ആത്മാനമനുസന്ധത്തെ സദൈവാത്മാവിദാത്മനാ. ഇതാണ് ശ്ലോകം. ആദ്യമായി നമുക്ക് ഈ ശ്ലോകത്തെ എങ്ങനെയാണ് അന്വയിക്കേണ്ടത് എന്ന് പറയാം. ആത്മാനുസന്ധാനം ഭക്തി യദഃ ആത്മാ ആനന്ദഘന ആത്മവിത് സദായേവ ആത്മനാ ആത്മാനം അനുസന്ധത്തെ. ഒന്നുകൂടെ പറയാം. ആത്മാനുസന്ധാനം ഭക്തി യദഃ ആത്മാ ആനന്ദഘന യദഃ ആത്മാ ആനന്ദഘന ആത്മവിത് സദായേവ. അതിനെ സദൈവ എന്നുള്ളതിനെയാണ് സദായേവ എന്ന് പിരിച്ചു പറയുന്നത്. സദൈവ സദാ ഏവ ആത്മനാ ആത്മാനം അനുസന്ധത്തെ. ഇങ്ങനെയാണ് ഈ ശ്ലോകത്തെ അന്വയിക്കേണ്ടത്. ഇനി ശ്ലോകത്തിന്റെ പദാനുപദ അർത്ഥം പരിശോധിക്കാം. ആത്മാനുസന്ധാനം ഭക്തി. ആത്മാനുസന്ധാനമാകുന്നു ഭക്തി. അനുസന്ധാനം എന്ന് പറഞ്ഞാൽ ഇടവിടാതെയുള്ള ധ്യാനമെന്നാണ്, അല്ലെങ്കിൽ നിരന്തരമായ ധ്യാനം. അതിനെയാണ് അനുസന്ധാനം എന്ന് പറയുന്നത്. ആത്മാനുസന്ധാനം എന്ന് പറഞ്ഞാൽ ഇടതടവില്ലാതെയുള്ള ആത്മധ്യാനം എന്നാണ്. അതാകുന്നു ഭക്തി. യതഃ എന്ന് പറഞ്ഞാൽ യാതൊന്നിനാൽ ആത്മാ ആനന്ദഘന ഭവതി. യാതൊന്നിനാൽ ആത്മാവ് ആനന്ദ സ്വരൂപനായിത്തീരുന്നു. ആനന്ദഘനം എന്ന് പറയാൻ ആനന്ദം ഘനം എന്ന് പറയാനൊക്കെ ഉണ്ട്. അതിനെ രൂപം പ്രാപിക്കുക എന്നാണ്. ഇപ്പൊ നമ്മൾ മേഘത്തെ ഘനമെന്നാണല്ലോ പറയുന്നത്. അത് നീരാവി കട്ടിപിടിച്ചാണ് മേഘമുണ്ടാകുന്നത് നമുക്കറിയാം. അതുപോലെ ആനന്ദ സ്വരൂപത കൈവരിക്കുന്നതിനാണ് ആനന്ദഘനം ആർജിക്കുക എന്ന് പറയുന്നത്. അപ്പൊ യാതൊന്നിനാലാണോ ആത്മാവ് ആനന്ദഘനമായി തീരുന്നത്? ആത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനുള്ളിൽ വർത്തിക്കുന്ന ജീവസത്തയാണ്. ആ ജീവസത്ത അതാണ് നമ്മുടെ പ്രാണനും. ആ പ്രാണനിലാണ് അന്ധകരണ ചതുഷ്ടയം, അതായത് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നിങ്ങനെ 4ആയി പിരിഞ്ഞ് ഒന്നായി യോജിച്ച് വർത്തിക്കുന്ന ആ അന്ധകരണ ചതുഷ്ടയം. ആ അന്ധകരണ ചതുഷ്ടയത്തിലാണ് നമ്മൾ ഈ ആനന്ദാനുഭൂതി അനുഭവിക്കുന്നു. അപ്പൊ ഇവിടെ അതിനെ ആത്മാവ് എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മാവാണല്ലോ ആ അന്ധകരണ ചതുഷ്ടയത്തിൽ ആനന്ദാനുഭൂതിയെ പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് ആത്മാവ് തന്നെയാണ് അത് അനുഭവിക്കുകയും ചെയ്യുന്നത്. തഥ എന്ന് പറഞ്ഞാൽ അതിനാൽ എന്ന് പറയാൻ നമ്മൾ പറഞ്ഞത് യാതൊന്നിനാലാണോ ആത്മാവിൽ ആനന്ദ അനുഭൂതി ഉണ്ടാകുന്നത്, അല്ലെ യാതൊന്നിനാലാണോ ആത്മാവ് ആനന്ദ സ്വരൂപത കൈവരിക്കുന്നത്, അതിനാൽ അതിലുള്ള അത് തന്നെയാണ് എന്ന് പറയാം. അത് ഹേതുവായി എന്നൊക്കെ പറയാം. അതിനാൽ തന്നെയാണ് ആത്മവിത്ത് എന്ന് പറഞ്ഞാൽ ആത്മാവിനെ ശരിയായി അറിഞ്ഞ ജ്ഞാനിയാണ് ആത്മവിത്ത് എന്ന് പറയാം. ആത്മജ്ഞാനി എന്ന് പറയാം. സദൈവ എല്ലായ്പ്പോഴും, സദൈവ എല്ലായ്പ്പോഴും ആത്മനാ ആത്മാനം അനുസന്ധത്തെ. ആത്മനാ ആത്മാനം എന്ന് പറഞ്ഞാൽ ആത്മനാ ആത്മാവിനാൽ, ആത്മാനം ആത്മാവിനെ,
അനുസന്ധത്തെ അനുസന്ധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇടതടവില്ലാതെ നിരന്തരം ധ്യാനം ചെയ്യുന്നു. ഇതാണ് ശ്ലോകത്തിന്റെ പദാനുപദ അർത്ഥം. ഈ ശ്ലോകത്തിന്റെ സാമാന്യമായ അർത്ഥത്തെ നമ്മൾ സംക്ഷേപിച്ച് പറഞ്ഞാൽ അതിങ്ങനെയാണ്: ഇടതടവില്ലാത്ത ആത്മധ്യാനമാകുന്നു ഭക്തി, അല്ലെങ്കിൽ നിരന്തരമായ ആത്മധ്യാനമാകുന്നു ഭക്തി. യാതൊന്നിനാൽ ആത്മാവ് ആനന്ദസ്വരൂപനായി തീരുന്നുവോ അതിനാൽ തന്നെ ആത്മജ്ഞാനി എല്ലായ്പ്പോഴും ആത്മാവിനാൽ ആത്മാവിനെ അനുസന്ധാനം ചെയ്യുന്നു. അപ്പൊ അവിടെ ഈ ആത്മാവിനാൽ ആത്മാവിനെ അനുസന്ധാനം ചെയ്യുന്നു എന്ന് പറയുന്ന അതിനെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്: സ്വയമേവ എന്നാണ്. ആത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ സ്വയം, അതാണ് നമ്മുടെ സ്വത്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്വം എന്ന് പറയുന്നത് ആത്മാവാണ്. അതുകൊണ്ടാണ് സ്വയമേവ എന്ന് പറഞ്ഞാൽ മറ്റാരുടെയും പ്രേരണയില്ലാതെ സ്വയമേവ നടക്കുന്ന കാര്യങ്ങളെയാണ് ഈ ആത്മാവിനാൽ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇവിടെ ആത്മാവിനാൽ ആത്മാവിനെ അനുസന്ധാനം ചെയ്യുന്നു, അല്ലെ നിരന്തരം ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആത്മജ്ഞാനം ലഭിച്ചവർ ആനന്ദഘനം, അതായത് ആത്മസ്വരൂപത, അല്ലെ ആനന്ദസ്വരൂപത എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞവരാണ്. അങ്ങനെ ആ ആനന്ദസ്വരൂപത അനുഭവിച്ചറിഞ്ഞവരെപ്പോഴും അവരുടെ ആത്മാവിനാൽ ആത്മാവിനെ അനുസന്ധാനം ചെയ്യുന്നു, ആത്മാവിനെ നിരന്തരം ധ്യാനിക്കുന്നു. ആത്മാവ് എന്ന് പറയുന്നത് ബ്രഹ്മമാണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം ഒന്ന് വ്യഷ്ടിഗത ഭാവത്തിൽ, അല്ലെങ്കിൽ വ്യക്തി ഭാവത്തിൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ വർത്തിക്കുന്നു. അത് ഈ പരബ്രഹ്മത്തിന്റെ ഒരു പരിച്ഛേദമാണ്, ഒരു കണിക. എന്നാൽ അത് പരിച്ഛേദം എന്ന് പറയുമ്പോൾ അതിന്റെ സർവ്വസത്തയും അതുപോലെ ഉൾക്കൊള്ളുന്നതിനെയാണ്. നമ്മുടെ മഞ്ഞുതുള്ളിയിൽ കാണുന്ന സൂര്യബിംബം പോലെ, അതുപോലെ കുടത്തിലും കുളത്തിലുമൊക്കെ കാണുന്ന സൂര്യബിംബം പോലെയും ചന്ദ്രബിംബം പോലെയും ഒക്കെ ഒരു കണികാരൂപത്തിലാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ ആത്മസത്ത വർത്തിക്കുന്നു. അത് ഈ പരമാത്മസത്തയുടെ എല്ലാ സ്വത്വസ്വരൂപതയും ഉൾക്കൊള്ളുന്നതാണ് എന്നാണ് വേദാന്ത മതം. ഇത്രയുമാണ് ഈ ശ്ലോകത്തിന്റെ സാമാന്യമായ സംക്ഷിപ്ത അർത്ഥം. ഇടതടവില്ലാത്ത ആത്മധ്യാനമാകുന്നു ഭക്തി. യാതൊന്നിനാലാണോ ആത്മാവ് ആനന്ദസ്വരൂപത്തെ ആർജിക്കുന്നത്, അല്ലെ ആനന്ദസ്വരൂപനായി തീരുന്നത്, ആത്മാവ് ആനന്ദസ്വരൂപനായി തീരുന്നത്, അതിനാൽ തന്നെ ആത്മജ്ഞാനി എല്ലായ്പ്പോഴും സ്വയമേവ, ഇവിടെ പറയുന്ന ആത്മാവിനാൽ ആത്മാവിനെ അനുസന്ധാനം ചെയ്യുന്നു എന്നാണ്. അപ്പോൾ അതിന്റെ അർത്ഥം സ്വയമേവ, മറ്റ് പരപ്രേരണയൊന്നും കൂടാതെ ആത്മാവിനെ സദാ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ സംക്ഷിപ്തമായ അർത്ഥം. ഇനി നമുക്ക് ഈ ശ്ലോകത്തിന്റെ വിശദമായ അർത്ഥതലങ്ങളിലേക്ക് കടക്കാം. ഭക്തിയെ നിർവചിച്ചുകൊണ്ടാണ് ഗുരുദേവൻ ഭക്തി ദർശനം എന്ന ഈ അധ്യായത്തിന് സമാരംഭം കുറിച്ചിരിക്കുന്നത്. ഇടതടവില്ലാത്ത ആത്മധ്യാനമാകുന്നു ഭക്തി എന്നാണ് ഗുരു ഭക്തിക്ക് നൽകിയിരിക്കുന്ന നിർവചനം. സദാസമയവും ബ്രഹ്മചിന്തയിൽ മനസ്സുറപ്പിച്ചു നിർത്തുന്നതിനെയാണ് ആത്മസന്ധാനം അഥവാ ഇടതടവില്ലാത്ത ആത്മധ്യാനം എന്ന് പറയുന്നത്. സദാസമയവും എന്ന് പറഞ്ഞാൽ ഊണിലും ഉറക്കത്തിലും ഇരിപ്പിലും നടപ്പിലും കിടപ്പിലും കളിയിലും ചിരിയിലും എല്ലാം ആത്മാവിനെ കുറിച്ചുള്ള ധ്യാനം കൈവിടാതെ ജീവിതം നയിക്കുന്ന അതിനെയാണ് ആത്മാനുസന്ധാനം എന്ന് പറയുന്നത്. അപ്പൊ ഇത് സുസാധ്യമായ ഒരു കാര്യമാണോ എന്ന് പലർക്കും സംശയമുണ്ടാവും. ചിട്ടയോടുകൂടിയ അനുശീലനത്തിലൂടെ സാധിച്ചെടുക്കാവുന്ന കാര്യം തന്നെയാണിത്. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ സാധിച്ചെടുക്കാം എന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ഇച്ചിരി ലളിതമായി വിവരിക്കാം.
പ്രഭുക്കന്മാരോടും ഈശ്വരന്മാരോടും ഗുരുക്കന്മാരോടുമൊക്കെ നമ്മൾ പുലർത്തുന്ന സ്നേഹാദരങ്ങളും വിശ്വസ്തതയും ഒക്കെ ഭക്തിയുടെ പരിധിയിൽപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഗുരുക്കന്മാരെ കാണുമ്പോൾ അവരോട് സ്നേഹം കാണിക്കുന്നു, ആദരവ് കാണിക്കുന്നു. നമ്മുടെ മനസ്സിൽ തന്നെ ആ സ്നേഹാദര ഭാവങ്ങളൊക്കെ ഉണ്ട്. അത് ഗുരുക്കന്മാരോട് മാത്രമല്ല, പ്രഭുക്കന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് തൊഴിൽ തരുന്നവർ, നമുക്ക് വരുമാനം തരുന്നവർ, അങ്ങനെയൊക്കെയുള്ള ആളുകളെയാണ് തൊഴിൽദാതാക്കളും. പിന്നെ ഓരോരോ വ്യവസ്ഥിതിയുടെ അനുസരിച്ച് അതിൻ്റെ സ്വഭാവം പല രീതിയിൽ മാറും. അപ്പോൾ ഇവിടെ അധികാരികൾ എന്നുള്ള അർത്ഥത്തിൽ മൊത്തത്തിൽ എടുക്കാം. പിന്നെ ഗുരുക്കന്മാരോട്, ഈശ്വരനോട്. ഈശ്വരൻ എന്ന് പറയുമ്പോൾ പലരും പല രീതിയിലാണല്ലോ ഈശ്വരനെ ആരാധിക്കുന്നത്. ചിലർ സഗുണ ഉപാസകരായിരിക്കും, ചിലർ നിർഗുണ ഉപാസകരായിരിക്കും. അതുപോലെ തന്നെ ഓരോരുത്തർക്കും വ്യത്യസ്തരായ ഈശ്വരന്മാരാണ്. അല്ല, അവർക്ക് ഇഷ്ടദേവതകൾ ഓരോരുത്തരുണ്ടായിരിക്കും. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്, അവരവരുടെ വിശ്വാസത്തിനനുസരിച്ചാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഈശ്വരനോടും പ്രഭുക്കളോടും ഗുരുക്കന്മാരോടും ഒക്കെ പുലർത്തുന്ന സ്നേഹാദരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഭക്തിയുടെ പല പല ഭാവങ്ങളാണ്. അത് മൊത്തത്തിൽ ഇതിനെ 9 ഭാവത്തിലാണ് ഭക്തിയെക്കുറിച്ച് പണ്ഡിതന്മാർ പഠനം നടത്തിയിട്ടുള്ളത്. ഭക്തിക്ക് 9 ഭാവങ്ങളുണ്ട് എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. ശ്രവണം, കീർത്തനം, സേവനം, സ്മരണം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്നിവയാണ് ആ 9 ഭാവങ്ങൾ. അപ്പൊ ഇതിൽ ഓരോന്ന് എന്താണെന്ന് ഞാൻ ഒന്ന് ചുരുക്കി പറയാം. സത്സംഗങ്ങളിൽ പങ്കെടുക്കുകയും ഈശ്വരകാര്യങ്ങൾ ശ്രവിക്കുന്നതിൽ സദാ താല്പര്യം പുലർത്തുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുടെ ഭക്തിയാണ് ഈ ശ്രവണഭക്തി എന്ന് പറയുന്നത്. ഈശ്വരകാര്യങ്ങൾ കേൾക്കാനുള്ള ശ്രദ്ധ, അതുപോലെ സത്സംഗങ്ങൾ എവിടെ നടന്നാലും അവിടെ പോവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പങ്കെടുത്ത് ജീവിക്കുന്ന ആളുകൾ ശ്രവണഭക്തിയുള്ളവരാണ്. ഇഷ്ടദേവതകളെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങൾ ആലപിക്കുന്നതിലും ഭജനകൾ നടത്തുന്നതിലും ഒക്കെ താല്പര്യം കാണിക്കുന്നവരുടെ ഭക്തി കീർത്തന ഭക്തിയാണ്. ഏത് കാര്യവും ഈശ്വര വിചാരത്തെ മുൻനിർത്തി ചെയ്യുന്നവരുടെ ഭക്തിക്ക് സ്മരണഭക്തി എന്ന് പറയാം. ലോകനന്മ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ സദാ വ്യാപൃതരാകുന്നവരും തങ്ങൾ ചെയ്യുന്നതെല്ലാം ഈശ്വരനിൽ സമർപ്പിച്ച് ചെയ്യുകയും ചെയ്യുന്നവരുടെ ഭക്തി സേവന ഭക്തിയാണ്. അത് പിന്നെ മാനവസേവ, മാധവസേവ എന്നൊക്കെ, മാധവസേവ, മാനവസേവ എന്നൊരു മുദ്രാവാക്യം തന്നെയാണ്. എന്നാൽ മനുഷ്യനെ സേവിക്കുന്നതാണ് മാധവനെ സേവിക്കുന്നത്, അല്ലെങ്കിൽ കൃഷ്ണ ഭക്തി അത് മനുഷ്യ സേവയാകുന്നു എന്നുള്ള ഒരു പിന്നെ ചൊല്ലു തന്നെ വരാൻ കാരണം ലോകനന്മയ്ക്ക് വേണ്ടി, ലോകനന്മ എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല, ഇവിടെയുള്ള സകല ചരാചരങ്ങൾക്കും നന്മ വരണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ജീവിതത്തെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് വ്യാപരിപ്പിക്കാൻ താല്പര്യമുള്ള ഒരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ ഭക്തിക്ക് പറയുന്ന പേരാണ് സേവന ഭക്തി. സേവനത്തിലൂടെ, ഇപ്പം മദർ തെരേസയൊക്കെ വേണമെങ്കിൽ ആ ഉദാഹരണമായിട്ട് എടുക്കാം. അതുപോലെ പലരുണ്ട്, പല കാര്യങ്ങളിലും ഇങ്ങനെ ഈ ലോകസേവ അവരുടെ ജീവിത ലക്ഷ്യമാണ്. അതവർ ഈശ്വര വിശ്വാസം, ഈശ്വരനെ മുൻനിർത്തിയാണ് ചെയ്യുന്നത്, ഈശ്വരന് വേണ്ടി ചെയ്യുന്നതാണ്. അവർ ലോകസേവ ചെയ്യുമ്പോൾ അവർക്ക് ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്നല്ല അവർ വിചാരിക്കുന്നത്, അവരത് ഈശ്വര സേവ എന്നുള്ള അർത്ഥത്തിലാണ് ചെയ്യുന്നത്. ആ ഭാവമാണ് അവരുടെ ഭക്തിഭാവം. അതിനെ സേവന ഭക്തി എന്ന് പറയും. പിന്നെ ഈശ്വരനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയും യജമാനന്മാരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയും ദ്രവ്യങ്ങൾ സമർപ്പിക്കുന്ന ശീലം ആളുകൾക്കുണ്ട്. അതാണ് ഈ വഴിപാട് നേരുക എന്ന അമ്പലങ്ങളിലൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ പ്രഭുക്കന്മാരെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിശിഷ്ട വസ്തുക്കൾ കരുതി അവർക്ക് കാഴ്ചവെക്കാനൊക്കെ ഉണ്ട്. തിരുമുൾക്കാഴ്ച എന്നൊക്കെ രാജഭരണകാലത്തൊക്കെ ഉണ്ടായിരുന്നു. കാരണം ജീവിതത്തിൽ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒരു വിശിഷ്ട വസ്തു കിട്ടിയാൽ അത് അവർ അനുഭവിക്കുന്നതിന് പകരം കൊണ്ട് അത് രാജാവിന് കാഴ്ചവെക്കും. അങ്ങനെ കാഴ്ചവെക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം ലോകത്തിലുള്ള വിശിഷ്ട വസ്തുക്കളെല്ലാം രാജാവിന് അർഹതപ്പെട്ടതാണോ എന്നുള്ള ഒരു പ്രഖ്യാപിത നയം പുരാതന കാലത്തെ രാജാക്കന്മാരൊക്കെ പിന്തുടർന്നത്. കാരണം ഈ വിശിഷ്ട വസ്തുക്കളൊന്നും പ്രജകൾ ഉപയോഗിക്കാൻ പാടില്ല, അതെല്ലാം രാജാവിന് അധികാരപ്പെട്ടതാണ്, അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞു പരത്തിയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് വിശേഷപ്പെട്ട ഒരു സാധനം കിട്ടിയാലും പ്രജകൾ അത് രാജാവിന് കൊണ്ട് കാഴ്ചവെക്കും. രാജാവ് അപ്പം എന്തെങ്കിലും പകരം അവർക്ക് സംഭാവന കൊടുക്കും. അപ്പം അത്തരത്തിലൊരു സംസ്കാരമായിരുന്നു അന്നുണ്ടായത്. അതിനെ അർച്ചന ഭക്തി എന്നാണ് പറയുന്നത്. അർച്ചനയെ ഇപ്പം അതിൻ്റെ ഈ പിന്നെ വഴിപാട് മാത്രമല്ല, നമ്മൾ അമ്പലങ്ങളിൽ നടത്തുന്ന ഈ പുഷ്പാർച്ചന അതുപോലൊക്കെ പല പല അർച്ചനകളുണ്ട്. അതൊക്കെ ആ ഒരു ഭക്തിയുടെ
പ്രകടനഭാവങ്ങളാണ്. പിന്നീട് ഈശ്വരനെ സദാ വന്ദിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന ഭക്തി, അതിനെ വന്ദന ഭക്തി എന്ന് പറയും. ദാസ്യഭാവത്തിൽ ഈശ്വരസേവ നടത്തുക അല്ലെങ്കിൽ യജമാന സേവ നടത്തുക, അതാണ് ദാസ്യഭക്തി. ഈ ദാസ്യഭക്തി എന്ന് പറഞ്ഞാൽ ഈശ്വരനെ പൊന്നുതമ്പുരാനായി കാണുകയും ഈശ്വരനെ മാത്രമല്ല യജമാനന്മാരെയും പൊന്നുതമ്പുരാക്കളായി കാണുകയും അവരുടെ അടിമകളുടെ ആ ഭാവത്തിൽ അവർക്ക് എന്ത് സേവനവും ചെയ്യും, അവർ കൽപ്പിക്കുന്നതെന്തോ അത് ചെയ്യുന്ന ഒരു മനോഭാവം. അങ്ങനെ ചെയ്താൽ അതിൻ്റെ ആ ഭക്തിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരങ്ങനെ ഈ ദാസ്യവൃത്തി ചെയ്താൽ അവരുടെ യജമാനന്മാർ അവരുടെ എല്ലാ കാര്യങ്ങളും മുട്ടാതെ നോക്കിക്കൊള്ളുമെന്നുള്ള ഒരു വിശ്വാസമാണ്. അവരുടെ ജീവിതം സംരക്ഷണത്തിലായിരിക്കും എന്നവരെ വിശ്വസിക്കുകയാണ്. കാരണം അവർക്ക് മറ്റൊന്നും അറിയില്ല, അവർക്ക് ഈ ദാസ്യപ്പണി മാത്രമേ അറിയൂ. അപ്പോൾ ആത്മാർത്ഥമായി ദാസ്യപ്പണിക്ക് വിധേയപ്പെട്ട് നിന്നാൽ തീർച്ചയായും യജമാനിൽ നിന്നും സംരക്ഷണം കിട്ടും, അല്ലെ ഈശ്വരനിൽ നിന്നും സംരക്ഷണം കിട്ടുമെന്നുള്ള വിശ്വാസം. അത്തരത്തിലുള്ള ഭക്തിക്കാണ് ദാസ്യഭക്തി എന്ന് പറയുന്നത്. പിന്നെ ഈശ്വരനെ അല്ലെങ്കിൽ യജമാനനെ സുഹൃദ്ഭാവത്തിൽ ആരാധിക്കുന്ന ഒരു ഭക്തിയുണ്ട്, അതിനാണ് സഖ്യ രൂപത്തിലുള്ള ഭക്തി എന്ന് പറയുന്നത്. സഖാവായി, ഇപ്പൊ ഭഗവത്ഗീതയിലെ കൃഷ്ണനും അർജുനനും തമ്മിലുള്ള അർജുനന് കൃഷ്ണനോടുണ്ടായിരുന്ന ഭക്തി സഖാഭക്തിയാണ്, സഖ്യ രൂപത്തിലുള്ള ഭക്തിയാണ്. അപ്പൊ അവിടെ നമുക്ക് ആ സഖ്യഭക്തിക്ക് തന്നെ രണ്ട് ഭാവമുണ്ട്. അത് കൃഷ്ണന്റെ ഉദാഹരണത്തിൽ തന്നെ എടുക്കാം. ഇപ്പൊ കൃഷ്ണനും അർജുനനുമായുള്ള ഭക്തിയും അതുപോലെ കൃഷ്ണനും കുചേലനുമായുള്ള ഭക്തി, കുചേലനും കൃഷ്ണനോട് ഭക്തി ഉണ്ടായിരുന്നു. അപ്പൊ അത് രണ്ടും ശരിക്കും സഖാഭക്തി തന്നെയാണ്. എന്നാൽ അവരുടെ ഗുണങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ അർജുനൻ രാജസ ഗുണത്തിന്റെ ഉടമയായിരുന്നു, എന്നാൽ കുചേലൻ സാത്വിക ഗുണത്തിന്റെ ഉടമയായിരുന്നു. അതുകൊണ്ട് ഇവരുടെ രണ്ടിന്റെ പ്രവർത്തനങ്ങളിലും അവരുടെ ലക്ഷ്യങ്ങളിലും അവരുടെ സുഹൃത്ത് ബന്ധത്തിലൊക്കെ വ്യത്യാസമുണ്ടാവും. ഇപ്പോൾ കുരുക്ഷേത്ര യുദ്ധത്തിലൊക്കെ യുദ്ധത്തിന് അർജുനന്റെ തേരാളിയായിട്ടാണ് അവിടെ കൃഷ്ണൻ വർത്തിക്കുന്നത്. പക്ഷേ തേരാളിയായിട്ടാണ് വർത്തിക്കുന്നതെങ്കിൽ പോലും അവിടെ കൃഷ്ണൻ അർജുനന്റെ വഴികാട്ടിയായിട്ടാണ്. യഥാർത്ഥത്തിൽ കൃഷ്ണൻ തന്നെയാണ് അവിടെ യുദ്ധം ചെയ്യുന്നത്, അർജുനനെ കൊണ്ട് ചെയ്യിക്കുകയായിരുന്നു. അപ്പൊ അവർ തമ്മിലുള്ള ആ ഒരു ഐക്യം, ആ ഒരു സഖ്യം, ആ ഒരു ഭക്തിയൊക്കെ അർജുനനും കൃഷ്ണനും ഉണ്ടായിരുന്ന ഭക്തിയെ രാജസ രൂപത്തിലുള്ള അല്ലെ രാജസ ഗുണഭാവത്തിലുള്ള സഖാഭക്തിയാണ്. ഇപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു കുചേലൻ. അവിടെ ചെന്നിട്ട് അത് അവര് സഖാക്കളായിരുന്നു. ഈ പഠിച്ചുകൊണ്ടിരുന്ന ഗുരുകുലത്തിൽ അവര് സഹപാഠികളായിരുന്നു. അപ്പൊ അവിടെ വച്ച് കൃഷ്ണൻ രാജസവും ഒപ്പം ഈ സാത്വികവും കൂടെ കലർന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അവിടെ രാജസ ഗുണവും സാത്വിക ഗുണവും ഏതാണ്ട് തുല്യമായി തന്നെ കൃഷ്ണന്, കാരണം കൃഷ്ണന്റെ ആ ഒരു സ്വഭാവം അതാണ്. എന്നാൽ കുചേലൻ അങ്ങനല്ല, കുചേലനിൽ രാജസഭാവം കുറവാണ്, സാത്വിക ഭാവമാണ് കൂടുതൽ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ അവൽ പൊതിയുമായിട്ടൊക്കെ കൃഷ്ണന്റെ അടുത്ത് ചെല്ലുന്നത്. അപ്പൊ ഇത് ഉൾക്കൊള്ളാനും അത്തരത്തിലുള്ള ആ ഒരു ഭക്തിയെ എങ്ങനെ സംരക്ഷിക്കണം, കാത്തു സൂക്ഷിക്കണം, നിലനിർത്തണം എന്നൊക്കെ ശരിയായ ജ്ഞാനമുള്ള ആളായിരുന്നു കൃഷ്ണൻ. അതുകൊണ്ടാണ് കല്ലും നെല്ലും ഒക്കെ ഉണ്ടായിരുന്ന, പതിരും ഒക്കെ ഉണ്ടായിരുന്ന, ഉമിയൊക്കെ ഉണ്ടായിരുന്ന അവല് അത് കുചേലൻ കൊണ്ടുവന്നു. കാരണം കുചേലൻ അത്രയ്ക്ക് ആത്മാർത്ഥ സുഹൃത്താണ്. അതുകൊണ്ട് അതിനെ വളരെ സന്തോഷത്തോടുകൂടി വാരി കഴിക്കുന്നതും, അതുപോലെ ദീർഘയാത്ര ചെയ്ത് പൊടിയും വിയർപ്പും ഒക്കെ ഒട്ടിയിരുന്ന കുചേലന്റെ ശരീരത്തിൽ അതും കൂറത്തുണിയൊക്കെ കൊടുത്താണ് ചെല്ലുന്നത്. അതൊന്നും വകവയ്ക്കാതെ കൃഷ്ണൻ കുചേലനെ ആലിംഗനം ചെയ്യുന്നതൊക്കെ ചെയ്യുന്ന ആ ഒരു രംഗമുണ്ട്. അതൊക്കെ ആണ് ആ ഭക്തിയുടെ, സഖാഭക്തിയുടെ മറ്റൊരു തലം. പിന്നീട് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ഭക്തിയാണ് ആത്മനിവേദനം എന്ന് പറയുന്നത്. ആത്മനിവേദനം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ തന്നെ ആത്മാവിൽ നിവേദിക്കുക. അതാണ് ഇവിടെ ഗുരുദേവൻ പറയുന്ന ഭക്തിഭാവം. നമ്മുടെ ഇപ്പോൾ ഗുരുദേവൻ ഇവിടെ പറഞ്ഞത് ആത്മജ്ഞാനി എപ്പോഴും ആത്മാവിനാൽ ആത്മാവിനെ അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഗുരു പറഞ്ഞത്. അപ്പൊ അത് തന്നെയാണ് ഈ ആത്മാനുസന്ധാനം എന്ന് പറയുന്നത്. ഇതാണ് ഭക്തികളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ഭക്തി. അപ്പൊ ഇനി ഇതുകൂടാതെ തന്നെ ഭക്തിക്ക് വേറെ
ഒരു 4 ഭാവങ്ങൾ കൂടുണ്ട്. അതിനെ സാത്വികി, രാജസി, താമസി, ഗുണാതീത എന്നിങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നത്. അത് ഈ ത്രിഗുണങ്ങളാണല്ലോ, സാത്വിക ഗുണവും രാജസ ഗുണവും താമസ ഗുണവും. അങ്ങനെ ആ 3 ഗുണങ്ങളോടുകൂടിയ ഭക്തിയെ സഗുണഭക്തി എന്നാ പറയുക. എന്നാൽ ഗുണാതീതമായ ഭക്തി, അതാണ് നിർഗുണഭക്തി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഭക്തിക്ക് മറ്റ് 4 ഭാവങ്ങൾ കൂടിയുണ്ട്. നിരുപാധികവും നിഷ്കാമവുമായ ഭക്തിഭാവമാണ് സാത്വികി ഭക്തി. എന്നാൽ രാജസഭക്തി അതിൽ നിന്ന് വ്യത്യാസമാണ്. അത് സ്വാഭാധികമാണ്, സകാമവുമാണ്. എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരൊക്കെ നടത്തുന്ന യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ രാജസഭക്തിയുടെ ഭാഗങ്ങളാണ്. പിന്നെ താമസ ഗുണപ്രധാനങ്ങളായ ഭക്തിയെയാണ് താമസഭക്തി എന്നത്. താമസ ഗുണപ്രധാനം എന്ന് പറയുമ്പോൾ ഈ ദുർദേവതാ പൂജ, പിന്നെ അതുപോലെ ബലികർമ്മങ്ങൾ, ഇവ മൃഗങ്ങളെയൊക്കെ ബലി നടത്തി അങ്ങനെയൊക്കെ ചില പൂജകൾ നടത്തുക. അപ്പം അതൊക്കെ അജ്ഞതയിൽ നിന്നും ഉണ്ടാകുന്ന പൂജ വിധികളാണ്. അതിനെയെല്ലാം താമസഭക്തി എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ ശ്ലോകത്തിന്റെ അർത്ഥം വ്യാഖ്യാനം ചെയ്ത് മനസ്സിലാക്കേണ്ടത്. ആത്മാനുസന്ധാനമാകുന്നു ഭക്തി എന്നാണല്ലോ ഗുരുദേവൻ ഭക്തിക്ക് നൽകിയിരിക്കുന്ന നിർവചനം. ഇടതടവില്ലാത്ത ആത്മധ്യാനത്തെയാണ് ആത്മാനുസന്ധാനം എന്ന് പറയുന്നത്. അപ്പൊ നിർത്താത്ത ആത്മധ്യാനം, ആത്മാവ് എന്ന് പറയുന്നത് പരബ്രഹ്മത്തിന്റെ തന്നെ പരിച്ഛേദമാണെന്നറിയാം. അപ്പം ബ്രഹ്മധ്യാനം തന്നെയാണ് അവിടെ. ബ്രഹ്മം എന്ന് പറയുമ്പോൾ അറിവാണ്. അറിവിന്റെ രൂപത്തിൽ മാത്രമേ ബ്രഹ്മത്തെ നമുക്ക് സാക്ഷാത്കരിച്ചെടുക്കാൻ പറ്റൂ. അപ്പോൾ ഇത് ജ്ഞാനോപാസനയാണ്. ഗുരു പറഞ്ഞിരിക്കുന്ന ഭക്തി ജ്ഞാനോപാസനയാണ്. സർവത്തിലും നിറഞ്ഞു നിൽക്കുന്ന പരമ്പൊരുളാകുന്ന ബ്രഹ്മത്തിന്റെ വ്യഷ്ടിഗത രൂപം, അതായത് സകലതിലും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന സർവവ്യാപിയായ സർവവുമായ പരംപൊരുളാണ് ബ്രഹ്മം. അങ്ങനെയുള്ള ആ ബ്രഹ്മത്തിന്റെ വ്യഷ്ടിഗത പരിച്ഛേദമാകുന്നു ആത്മാവ് എന്നുള്ള ദൃഢബോധം ഉറപ്പിച്ചെടുക്കലാകുന്നു ആത്മാനുസന്ധാനം. അപ്പൊ അവിടെ ആത്മാനുസന്ധാനം നടത്തുന്ന ആത്മജ്ഞാനി ഒരിക്കലും താൻ ബ്രഹ്മത്തിൽ നിന്നും അന്യനാണെന്നും കാണുന്നില്ല, അതുപോലെ താൻ ജ്ഞാനിയാണെന്ന ഭാവവുമില്ല. അവിടെ ബ്രഹ്മത്തിന്റെ തന്നെ ഭാഗമാണ് താൻ എന്ന തിരിച്ചറിവും ആ ഉൾബോധവുമാണ് ആത്മാനുസന്ധാനത്തിൽ നിന്നും ലഭിക്കുന്നത്. ഭക്തമനസ്സിലുള്ള അറിവിന്റെയും ഈശ്വരബോധത്തിന്റെയും വ്യാപ്തിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഭക്തിയിൽ നിന്നുമുള്ള ഫലം സിദ്ധിക്കുന്നത്. അപ്പൊ ഇവിടെയും 2 രീതിയിൽ ചെയ്യാം. ഇതിനെ ഈ സഗുണോപാസനയായിട്ടും അതുപോലെ നിർഗുണോപാസനയായിട്ടും ചെയ്യാം. എന്നുവെച്ചാൽ സഗുണമെന്ന് പറയുന്നത് ഏതെങ്കിലും, പിന്നെ മറ്റുണ്ടല്ലോ ഈ ഈശ്വരനെ നമ്മൾ സാകാര ബ്രഹ്മമെന്നും നിരാകാര ബ്രഹ്മമെന്നും പറയും. അങ്ങനെ ആ സാകാര ബ്രഹ്മമായിട്ടും നിരാകാര ബ്രഹ്മമായിട്ടും ബ്രഹ്മത്തെ ഉപാസിക്കാം. സാകാരം എന്ന് പറയുക ഏതെങ്കിലും ബ്രഹ്മത്തിനൊരു രൂപഭാവം കൊടുക്കുക. അതാണ് ഈ സാധാരണ നമ്മൾ ദേവതകളെ, ഇഷ്ടദേവതകളെ പൂജിക്കുന്ന ആരാധിക്കുന്ന രീതി. അവിടെ ഇപ്പൊ കൃഷ്ണനെ ആരാധിക്കുന്നു, അല്ലെങ്കിൽ വിഷ്ണുവിനെ ആരാധിക്കുന്നു, ദേവിയെ ആരാധിക്കുന്നു, ഏതൊരു ഇഷ്ടദേവതയാണോ ആരാധിക്കുന്നത് ആ ഇഷ്ടദേവതയിൽ ബ്രഹ്മത്തിന്റെ സർവ്വഗുണങ്ങളും ആരോപിക്കുകയാണ്. അപ്പൊ അവിടെ ആ ദേവനെ മൊത്തം ബ്രഹ്മഭാവത്തിലാണ് ആരാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് സാകാര ബ്രഹ്മമായിട്ടും നിരാകാര ബ്രഹ്മമായിട്ടും ആരാധിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല, 2നും ഫലമുണ്ട്. അത് ഭക്തന്റെ അറിവിന്റെയും അതുപോലെ ഭക്തന്റെ അഭിരുചിയുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇതിലേതാണ് വേണ്ടത് എന്ന് തിരഞ്ഞെടുക്കേണ്ടത്. സാകാരഭക്തി സാക്ഷാത്കരിക്കാൻ കഴിയുന്നവന് ആ രീതിയിലാവാം. നിരാകാരഭക്തി, നിരാകാര ബ്രഹ്മത്തെയാണ് ആരാധിക്കാൻ കഴിയുന്നത്, അങ്ങനെ അത് അറിവിന്റെ തലത്തിലാണ്. അറിവ് കൂടുതലുള്ള ആളുകൾക്ക് മാത്രമേ നിരാകാര ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ പറ്റൂ. അറിവ് കുറഞ്ഞ ആളുകൾ സാകാര ബ്രഹ്മത്തെയാണ് ആരാധിക്കുന്നത്. അപ്പൊ ഈ ഗുരുദേവനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഗുരുദേവൻ ജ്ഞാനോപാസകനായിരുന്നു, നിരാകാര ബ്രഹ്മ ഉപാസകനായിരുന്നു ഗുരുദേവൻ. അതുകൊണ്ട് തന്നെ ജ്ഞാനയോഗാധിഷ്ഠിതമായ നിരാകാര ഭക്തി, നിരാകാര ബ്രഹ്മത്തെ, അതിനെ നിർഗുണഭക്തി എന്നാണ് പറയുക.
അതായിരുന്നു ഗുരുദേവൻ പിന്തുടർന്നുകൊണ്ടിരുന്നത്. ആ അനുഭവത്തിൻ്റെയും ആ സാക്ഷാത്കാരത്തിൻ്റെയും വെളിച്ചത്തിലാണ് ഗുരു ഇവിടെ ഭക്തിക്ക് ഇങ്ങനെ ഒരു നിർവചനം നൽകിയിരിക്കുന്നത്. ഇടതടവില്ലാത്ത ആത്മധ്യാനമാകുന്നു ഭക്തി എന്ന്. ഗുരുദേവന്റെ സ്തോത്രകൃതികളിൽ പോലും സ്വാഭാവിക ഭക്തി ദർശിക്കാൻ സാധ്യമല്ല. അവിടെ നിന്നും ഗുരു സാധാരണ സ്തോത്രകാരന്മാർ ചെയ്യുന്നത് പോലെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അല്ല പ്രാർത്ഥന നടത്തുന്നത്. അവിടെ എല്ലാം ബ്രഹ്മത്തെ വെളിപ്പെടുത്തി കിട്ടുന്നതിനും നിത്യശാന്തി അനുഭവിക്കുന്നതിനും വേണ്ടിയുള്ള അർത്ഥനകൾ മാത്രമാണ് കാണാൻ സാധിക്കുക. നിരുപാധികവും നിഷ്കാമവും നിർഗുണവുമായ ജ്ഞാനോപാസനയാണ് ഗുരുവിനാൽ ഉപദേശിക്കപ്പെട്ടിട്ടുള്ള ഭക്തി.